ദിരികിട ദിം തനനന ദിം തനനദനദോ ദിം തനനന ദിം തന ദിരികിട ദിം തനനന ദിം തന ദിരികിട ദിം തനനന ദിം തനനദനദോ. എന്നാലും എത്ര നാൾ കഴിഞ്ഞിട്ടാ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? ഒന്ന് വരണം നിങ്ങൾക്ക് തോന്നിയോ? എന്ത് ചെയ്യാനാടാ, മോൻ ഇന്ന് ഓരോ തിരക്കല്ല, അതിന്റെ ഇടയിൽ നാട്ടിലേക്ക് വരാനൊന്നും പറ്റുന്നില്ലേ. മോനിന് ഡോക്ടറായാലും ഡൽഹിയിൽ തന്നെ ജോലി ചെയ്യാനാണോ താല്പര്യം? മിക്കവാറും ഫോറിൻ കൺട്രീസിലേക്ക് പോവാങ്കിൽ ഞാൻ, കാരണം അവിടെ ഇന്ത്യൻ ഡോക്ടേഴ്സിന് നല്ല വിലയാ, അതാ കുറച്ചുകൂടെ ബെറ്റർ. അല്ല മാധവ, സച്ചി ഇപ്പോഴും ഇങ്ങനെ തന്നെ നടക്കാണോ? അവനും വേണ്ട ഒരു ജോലിയൊക്കെ. അവന്റെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് ഞാൻ മുന്നേ നിർത്തിയത്. അവനും അവന്റെ അമ്മയും കൂടെ എന്തെങ്കിലും ആയിക്കോട്ടെ. കോട്ടെ മാധവ, എല്ലാവർക്കും ഇപ്പൊ എന്റെ അർജുൻ മോനെ പോലെ ആവാൻ പറ്റുമോ? അവന് പറഞ്ഞ പോലെ എന്തെങ്കിലും ആവും. ഒരു അർജുൻ മോൻ വന്നിരിക്കുന്നു. മഹാഭാരതത്തിൽ അർജുനനൊന്നുമില്ലല്ലോ, സാധാ അർജുനല്ല. ആ മോളെ വായു, നീ പോയി കുളിക്കുക. അപ്പത്തിനും ചായ എടുത്തേക്ക്, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒപ്പം ചായ കുടിക്കാം. ചെക്ക, നിനക്ക് നിന്റെ പാത്രം കഴിച്ചാ പോരെ, വെറുതെ ഈ പെണ്ണിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. നീ ഇങ്ങടെ വാക്ക ഞാൻ നീട്ടിങ്ങനെ വെച്ചാ വെട്ടിക്കോന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ തിന്നിട്ട് നീറ്റ് പോണി. അല്ല പിന്നെ മര്യാദക്ക് തിന്നിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിനും കിട്ടുന്നുണ്ടെന്ന്. ആന്റി, ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. പോ മോനെയായിരുന്നു. താങ്ക്സ്. സച്ചി, നീ ഇപ്പോ എന്ത് ചെയ്യാ? എന്തോ ഡിഗ്രി പഠിക്കാന്ന് പറഞ്ഞു. ഇതൊക്കെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇപ്പൊ എല്ലാവർക്കും എന്നെ പോലെ MBBS എടുത്ത് അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. ഇതാണ് എന്റെ ശ്രീകുട്ടി. ശ്രീകുട്ടി പോട്ടേടാ, പിള്ളേരല്ലേ, അവരെന്തേലും പറഞ്ഞു ദേഷ്യപ്പെടും. അതാ കൊച്ചിന്റെ പ്രായത്തിന്റെ. അർജുനും പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ, നിന്റെ ഡിഗ്രി കൊണ്ടൊക്കെ നീ എന്തായി തീരുന്നു എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നീ അച്ഛൻ്റെ കൂടെ കമ്പനി ചേരും, അല്ലെങ്കിൽ എന്റെ കൂടെ ഡൽഹിക്ക് വാ, ഞാൻ നിന്നോട് ജോലി തരാം. മാമ, ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ മാമനോട് പറയുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാലോ. പക്ഷേ പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറയണം, അല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മാധവങ്ങൾ പറഞ്ഞാലും കാര്യമില്ല. ഇവനൊക്കെ നന്നായി കാണുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നെ പോലെ അവന് പറ്റിയില്ല. മാധവനെ പറ്റി ഏറ്റവും വലിയ തെറ്റ് ഇവന്റെ കാര്യത്തില. ഇവനെ നല്ലപോലെ നടത്താൻ മാധവൻ എന്താ പറ്റാതിരുന്നത്? ഇതേപോലെ ചെറുതിനെ കൂടെ വളർത്തിനെ വഷളാക്കാൻ നിൽക്കണ്ട. അതിനെങ്കിലും നല്ല നിലക്കെത്തിക്കും. ഡോക്ടർ പഠിക്കണമല്ലോ, ഡോക്ടർ ആയിട്ടൊന്നുമില്ലല്ലോ. എൻ്റെ കാര്യം എങ്ങനെയാവുമെന്ന് എനിക്കറിയാം. എൻ്റെ അച്ഛനമ്മയ്ക്ക് അനിയത്തിക്കില്ലാത്ത ടെൻഷനൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ നാണോ ഇല്ലേ കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്ന് നിന്ന് അവരുടെ ഭക്ഷണം നിന്ന് അവരുടെ മോനെ കുറ്റം പറയാനായിട്ട്? സച്ചി, മോനെ അവിടെ നിക്കടാ. നീ രാത്രി എവിടെ പോവാനാ? അകത്തേക്ക് കയറി കഴിക്കുകയും ചെയ്യേ. ഞാൻ തോപ്പിക്കൊന്നും പോവില്ല അമ്മ, പക്ഷെ അകത്തേക്ക് കയറാൻ പറയരുത്. എനിക്ക് വേണ്ട, എനിക്ക് ആരെയും കാണണ്ട. എനിക്കൊന്ന് കുറച്ച് സമാധാനം വേണം. ഞാൻ എങ്ങോട്ടേലും പോയിക്കോട്ടെ അമ്മ. എനിക്കറിയാം മോനെ അച്ഛൻ്റെ പ്രവൃത്തികളിൽ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന്. പക്ഷെ അച്ഛൻ അയാളെ മനസ്സിലാക്കണില്ല മോനെ. ഞാൻ അത്രയും കഴിവില്ലാത്ത ഒരാളാണോ അമ്മ? അച്ഛൻ എന്തെന്നെ ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത എന്നവരുടെ അച്ഛനും കുറ്റം പറയണം. ഞാൻ പോവാമ്മ. ഞാൻ നാളെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അമ്മ പേടിക്കണ്ട. നിന്നെ അവിടെ നിൽക്കാൻ നിർബന്ധിക്കുന്നില്ല. പോയിട്ട് വാ, സൂക്ഷിച്ചു പോണേ മോനെ. ഇതാരേ സച്ചിമാനോ? കേറി വാ മോനെ. അമ്മേ, അരവിന്ദുണ്ടോ ഇവിടെ? ഞാൻ അവനെ ഫോണിൽ വിളിച്ചപ്പോൾ എടുത്തില്ല. അവൻ ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങണ്ട. മോൻ ചെന്ന് നോക്ക്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ഹലോ സച്ചിട്ടാ. ഇതാരും ജാനുമോളോ? എന്താടി, നിനക്ക് എന്നൊക്കെ അറിയോ? എത്ര ആയി നിന്നെ അങ്ങോട്ടൊക്കെ കണ്ടിട്ട്? ഞാൻ അങ്ങോട്ടൊക്കെ ശ്രീകുട്ടിയുടെ കൂടെ വരലുണ്ട്. സച്ചേട്ടൻ എന്നെ ഇങ്ങോട്ട് വരാത്തെ? ഞങ്ങളതിനൊക്കെ മറന്നോ? പോടി, നിന്റെ ഏട്ടൻ എന്ത് ചെയ്യാൻ? അവനെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നേ. ആ കുംഭകർണം മേലെ കിടന്നുറങ്ങുന്നുണ്ട്. സച്ചേട്ടൻ പോവാൻ നോക്ക്. ആ, നീ ഉറങ്ങുകയല്ലായിരുന്നോ? കഴിച്ചിട്ട് ഞാൻ വന്നിവിടെ നിന്നിരുന്നതാ. നീ എന്താ വന്നേ? എന്താ കാര്യം? മുഖത്ത് ഭയങ്കര ഒരു വിഷമുണ്ടല്ലോ.
എടാ അത് നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഞാനാണെങ്കിൽ 2 പൊട്ടിച്ചിട്ട് വന്നിരുന്നു അവിടുന്ന്. അവരെന്തും പറഞ്ഞോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ അച്ഛൻ തല്ലുമെന്ന് ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല. പിന്നെ അമ്മയും നല്ല വിഷമത്തിലാണ്. ശ്രീകുട്ടിക്കും എന്തായാലും അതൊരു ഷോക്കായിട്ടുണ്ടാവും. നീ എല്ലാ പ്രശ്നങ്ങളും മറക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ വന്നേ. ഒക്കെ മറന്ന് നമുക്ക് കുറച്ചിട്ട് സംസാരിച്ചിരുന്ന് ഒരു സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങുമ്പോൾ ഇതിൻ്റെ എല്ലാ പ്രശ്നവും തീരും. നാളെ പലിശയുടെ ആള് വരും. കുറച്ച് പൈസ കയ്യിലുണ്ട്, ബാക്കിയുള്ളത് കിട്ടിയിട്ടില്ല. നാളെ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കുകയാണാവോ? നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ സഹായിക്കാടി. അതൊന്നും വേണ്ട ബിന്ദു, നീയും ഭാസ്കരനും പിന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് വയ്യ. എൻ്റെ കെട്ടിയവനുണ്ടാക്കി വെച്ച കടങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് എന്തിനാ വീട്ടിപ്പിക്കുന്നത്? ജീവിച്ചിരുന്നപ്പോഴും മണ്ണടിഞ്ഞപ്പോഴും ഒരു സ്വസ്ഥത അയാൾ തന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ ഓരോരുത്തരും പലിശയും കടക്കും വാങ്ങിച്ചതൊക്കെ എവിടെ നിന്നൊക്കെ പൈസ എടുത്തിട്ട് ഞാൻ എടുക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ. മോളെ ഒന്നും അറിയാതെ ഞാൻ വളർത്തണേ. നീയും ശാലുമോളൊന്നും ഞങ്ങൾക്ക് അന്യരല്ലല്ലോ. നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യം പോലെ തന്നെ. ഒന്നില്ലെങ്കിലും എൻ്റെ ഭദ്രമോളിൽ അതേ പ്രായമല്ലേ ഉള്ളൂ ശാലുവിനും. ഹലോ മമ്മീസ്, ലക്ഷ്മിമേ ശില്പകത്തില്ലേ? ഞാൻ പോയിട്ട് വരേ. നീ അച്ഛൻ എപ്പോഴായിട്ട് തിരിച്ചെത്തി? ഞാൻ വരുന്നവരെ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അച്ഛനൊക്കെ എപ്പോഴേ വന്നതാ. പിന്നെ നാട്ടുകാരെ കുറ്റം പറയായിരിക്കുമ്പോൾ മോള് വന്നതും ഭർത്താവ് വന്നോന്ന് അറിയണ്ടല്ലോ. പിന്നെ ഒന്നാട് വെച്ചെന്നാണല്ലോ. എനിക്ക് സംസാരിച്ചിരിക്കാൻ തീരെ സമയമില്ല. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ശാലിനോട് പറയാനുണ്ട്. ഈ കൊച്ച് ലച്ചു, എനിക്ക് വയ്യ. എന്നിട്ട് അയാളോട് പിന്നെ നീ സംസാരിച്ചോ? ഓടി നോക്ക് ചിരിക്കാം. പക്ഷെ ആദ്യമായിട്ട് കൃഷി തോന്നിയ ആളെ മുന്നിൽ മലന്നടിച്ചു പോണ അവസ്ഥ എനിക്ക് മാത്രമല്ലേ അറിയൂ. സത്യത്തിൽ എന്താ അവിടെ ഉണ്ടായി? നീ ഇങ്ങനെ അവിടെ ചെന്ന് വീണേ? ഇന്ന് വൈകിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ കടയ്ക്ക് പച്ചക്കറി വാങ്ങാൻ പോയില്ലേ, അപ്പോഴാണ് അത് സംഭവിച്ചു. അല്ല, പച്ചക്കറിയൊക്കെ വാങ്ങി നിൽക്കുമ്പോൾ ബൈക്കിൽ വന്ന് ഏട്ടാണ് തന്നു. കണ്ടപ്പോൾ ഒരു ക്രഷ് അടിച്ചു. എന്നിട്ട് അച്ഛനെ അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറഞ്ഞതാ. പക്ഷെ അവിടെ എന്തോ ഒരു തോല് എടുക്കണേന്ന് അതിമ്മ വഴിക്ക് അങ്ങോട്ട് വീണു. ആ പച്ചക്കറിയുടെ ആൾക്കാരും അച്ഛനും അടക്കം ഓടി എന്നിട്ടാണ് നീപ്പിച്ചത്. അതാണെങ്കിൽ അയാൾ കാണുകയും ചെയ്തു. അമ്മോ, അയാളിന് ചത്താലും നിന്നെ മറക്കില്ല. ഇപ്പോടി പട്ടി, ഇനി അയാളെ എന്നാ കാണുക? ഇടി എന്ത് രസമാണെന്നറിയോ കാണാൻ. ഇനി എന്നാ